ചിന്നക്കനാൽ പന്നിയാർ എസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്ന പരിമളം കാട്ടാന ആക്രമണത്തിൽ മരിച്ചിട്ട് 2 മാസം പിന്നിടുമ്പോഴും സർക്കാർ സഹായം ഇനിയും ലഭ്യമായിട്ടില്ല. മറ്റ് ജില്ലകളിൽ കാട്ടാന ആക്രമണമുണ്ടായി നിമിഷങ്ങൾക്കകം വനംവകുപ്പ് ധനസഹായം ഉൾപ്പെടെ നൽകുമ്പോഴാണ് ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ചവരോട് സർക്കാർ അനാസ്ഥ വച്ചു പുലർത്തുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ 5 പേരുടെ ജീവനാണ് ഇടുക്കിയിൽ കാട്ടാനകൾ അപഹരിച്ചത്. ജോലിച്ച് നോക്കി പോകണോ ആനങ്ങോട്ട് ഇട്ടുണ്ട് ജോലിച്ച് നോക്കി പോകണം എന്നിട്ട് അങ്ങോട്ട് പോയില്ല. 8 കാലാകുമ്പോൾ ഒരേ ആന ഒരേ കൂച്ചല കൂച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ പുറത്തിറങ്ങി വന്ന പിന്നെ എന്നെ യമ്മ എനിക്കറിയത്തില്ല. പിന്നെ അവിടം വരെ എത്തി പോകുമ്പോഴാണ് അവർ എൻ്റെ ഭാര്യ എടുത്തുകൊണ്ട് വരുന്നത്. എടുത്ത് വണ്ടി കയറ്റി കൊണ്ടുവന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയി അവിടെ കൊണ്ട് രാജന്മാർ കൊണ്ടുപോയിട്ട് പിന്നെ ഇങ്ങോട്ട് ഇവിടെ വെട്ട് അടുത്ത് പോകുമ്പോൾ കഴിഞ്ഞ ജനുവരി 8-നാണ് എസ്റ്റേറ്റിൽ ജോലിക്ക് പോകുന്നതിനിടെ പരിമളത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പരിമളത്തെ ആദ്യം അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല. പരിമളത്തിന്റെ മരണത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് മേഖലയിൽ ഉയർന്നു വന്നത്. ഇതിനെ തുടർന്ന് ഗവൺമെന്റ് 10 ലക്ഷം രൂപ ധനസഹായവും മക്കൾക്ക് ജോലിയും നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അടിയന്തര ധനസഹായമായി 50,000 രൂപ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിമളത്തിന്റെ എസ്റ്റേറ്റ് ലയത്തിലെത്തി നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. ഭർത്താവ് മോഹനന്റെ ഏക വരുമാനത്തിലാണ് മക്കളും അമ്മയും ഉൾപ്പെടുന്ന ഈ 4 അംഗ കുടുംബം ഇപ്പോൾ ഈ ഗുഡിസുമുറി വീട്ടിൽ ജീവിതം തള്ളി നീക്കുന്നത്. പൈസ ഒന്നും കിട്ടിയിട്ടില്ല സാറേ. 50,000 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി പൈസ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു കിട്ടിക്കട്ടെ, ചെറിയ പൈസ ഇട്ടിക്ക് അക്കൗണ്ടിൽ പൈസ ഗവൺമെൻറ് ആക്കി പിന്നെ നിങ്ങൾ അക്കൗണ്ട് കയറും. പുള്ളി പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ജോലിക്ക് ഒന്നും പറഞ്ഞിട്ടില്ല, മോൾക്ക് ജോലിക്കൊന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രമേ ഉള്ളൂ. പിന്നെ കമ്പനിയുടെ ഭാഗം അന്ന് നമ്മൾ കമ്പനി തീർത്താൽ അങ്ങനെയാണ്. ജോലി പുള്ളി മോൾക്ക് ജോലി തരും. പിന്നെ പുള്ളി ഗ്രാജുവേറ്റി പെണ്ണുപിള്ളേക്ക് ഫുൾ ഗ്രാജുവേറ്റി തരും. കാട്ടാന ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോൾ അതിന് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാൻ പോലും വനം വകുപ്പിന് ആകുന്നില്ല എന്നുള്ളതിനൊപ്പം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് കൈത്താങ്ങാകുവാൻ പോലും ഗവൺമെന്റിന് ആകുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. 50,000 രൂപ നൽകി വനം വകുപ്പ് കൈയൊഴിഞ്ഞ മട്ടാണ്. സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായവും ജോലിയും ഇനിയും ഇവർക്ക് അന്യമാണ്. ഇപ്പോൾ പരിമളത്തിന്റെ ഭർത്താവ് മോഹനന്റെ ഏക വരുമാനത്തിലാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. പരിമളത്തിന്റെ പന്നിയാറിലെ വീട്ടിൽ നിന്നും അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.